ഈ വീഡിയോയിൽ നമ്മുടെ ലിനക്സ് OSലോട്ട് എങ്ങനെയാണ് PostgreSQL ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ലിനക്സ് ഉബുണ്ടു വേർഷനാണ്. അപ്പോൾ നമുക്ക് ഉബുണ്ടുവിൽ എങ്ങനെ പോസ്റ്റ്ഗ്രെസ് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. വളരെ കുറച്ച് സ്റ്റെപ്സ് ഉള്ളൂ ഉബുണ്ടുവിൽ നമുക്ക് പോസ്റ്റ്ഗ്രെസ് സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് പോസ്റ്റ്ഗ്രെസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ sudo നമ്മളെല്ലാ പാക്കേജസും ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ pt install PostgreSQL ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോസ്റ്റ്ഗ്രെസ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ OSൻ്റെ അകത്ത് ഇതിൻ്റെ സർവീസ് എല്ലാം ആക്റ്റീവ് ആണോ അതോ ഡീആക്ടിവേറ്റ് നോക്കണം. ഡീആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്റ്റീവ് ചെയ്യണം. നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റാറ്റസും ചെക്ക് ചെയ്ത് നോക്കാം ഇത് ആക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് sudo systemctl status postgresql നമ്മുടെ പോസ്റ്റ്ഗ്രെസിൻ്റെ സർവീസ് ആക്റ്റീവ് ആണോ അല്ലേ നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇത് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ആക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. നമുക്ക് ഇവിടെ എറർ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സർവീസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യാം. സർവീസ് ഓക്കെ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആ PostgreSQLൻ്റെ സർവീസ് നമ്മുടെ OSൽ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ ഒരു സർവീസിൻ്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കാണാൻ പറ്റും ഇത് ആക്റ്റീവാണ്. നമ്മുടെ പോസ്റ്റ്ഗ്രെസിൻ്റെ സർവീസ് അല്ല നമ്മുടെ OSൽ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇനി എക്സ്ട്രാ ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നമുക്ക് വേണ്ടത് യൂസർ ഒന്ന് സ്വിച്ച് ചെയ്യണം. ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ പേഴ്സണൽ യൂസറിലായിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പോസ്റ്റ്ഗ്രെസിലോട്ടൊന്ന് സ്വിച്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ sudo -u postgres എന്ന് അടിക്കുക. PostgreSQL ജസ്റ്റ് എൻ്റർ അടിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ യൂസർ ചേഞ്ച് ചെയ്യുമ്പോൾ PostgreSQL എന്ന് അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് പോസ്റ്റ്ഗ്രെസ് എന്ന് അടിച്ചാൽ മതി. നമ്മൾ ഡാറ്റാബേസിൻ്റെ പേര് ഇൻബിൽട്ട് ആയതായിരിക്കും പോസ്റ്റ്ഗ്രെസ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോസ്റ്റ്ഗ്രെസ് എന്ന് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ യൂസർ പോസ്റ്റ്ഗ്രെസ് എന്നുള്ള അതിലോട്ട് ചേഞ്ച് ആയത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റ്ഗ്രെസിൻ്റെ ടെർമിനലോട്ട് പോകണം. അതായത് PostgreSQL ടെർമിനലോട്ട് പോകണം. നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ആ ഒരു ടെർമിനലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് PSQL എന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടെ കാണാൻ പറ്റും ചേഞ്ച് ആയത് പോസ്റ്റ്ഗ്രെസിൻ്റെ നേരെ ടെർമിനലിൽ പോയത്. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു, ടേബിളിൽ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നു, എല്ലാം നമ്മൾ ഈ ഒരു ടെർമിനലിൽ നിന്നുകൊണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മളൊരു പോസ്റ്റ്ഗ്രെസിലൊരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. ജസ്റ്റ് സാമ്പിൾ എന്നൊരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സെമിക്കോളം കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ഡാറ്റാബേസ് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ PostgreSQLനകത്ത് ഏതൊക്കെ ഡാറ്റാബേസാണ് ഇപ്പോൾ ഉള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു /l എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ PostgreSQL ഏതൊക്കെ ഡാറ്റാബേസാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാമ്പിളിൻ്റെ ഡാറ്റാബേസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ഓപ്പറേഷൻസ് ഈ PostgreSQL ചെയ്യാൻ പറ്റും. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ഡാറ്റാബേസിനകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ഡാറ്റ ഡിലീറ്റ് ചെയ്യുക, ഡാറ്റയിൽ കുറേ മാനിപ്പുലേഷൻസ് വരുത്തുക, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് നമുക്ക് ഈ PostgreSQL ചെയ്യാൻ പറ്റും. ഈ PostgreSQL നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വേറൊരു ട്യൂട്ടോറിയൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ഈ ഒരു സെറ്റപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ ലിനക്സിൽ PostgreSQL എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.